ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. 10 ദിവസമായ ഒരു യാത്രയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. മാർക്കറ്റിൽ വീണ്ടും ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്ത ലൈവ് ട്രേഡിൻ്റെ ലോജിക്കും അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനുശേഷം ട്രേഡേഴ്സ്, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ട്രേഡർ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെരി എഫക്റ്റീവായ വെരി യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം നമുക്ക് ഇന്നത്തെ ലൈവ് ട്രേഡിൻ്റെ മീൻസ് ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിൻ്റെ ഇത് കാണിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ട്രേഡ് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. 43,800 പുട്ട് ഓപ്ഷൻ. അത് ജസ്റ്റ് കോസ്റ്റിലാണ് എക്സ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒറ്റ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. 135 ക്വാണ്ടിറ്റി എടുത്തു, 30 ക്വാണ്ടിറ്റി കൂടി ആഡ് ചെയ്തു. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ്, ആദ്യം 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല മൊമെൻറ്റം കിട്ടിയതിന് ശേഷം പോസ്റ്റിലേക്ക് വെച്ചോളൂ. അതിൻ്റെ റീസണൊക്കെ ഞാൻ പറഞ്ഞുതരാം. ട്രേഡ് എടുത്ത് റീസൺ എന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൻ്റെ ഒരു IDX ലെവലായിരുന്നു, ഇൻഡ്യൂസ്മെൻറ്റ് ലെവലായിരുന്നു മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റി അതിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ ലാസ്റ്റ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു ഇവിടെ സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റിന് പകരം അതിന് പകരം അതിൻ്റെ കുറച്ച് മുകളിലുള്ള ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു റേഞ്ചിൽ 10:30 സമയത്താണ് ട്രേഡ് എടുത്തത്. ഒരു പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അവിടുന്ന് ഒരു മൊമെൻറ്റം കിട്ടിയിരുന്നു. ഓൾമോസ്റ്റ് 43,740 നിന്ന് 690 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് ആയ സമയത്ത് ഞാൻ കോസ്റ്റിലേക്ക് വെച്ച് കൊടുക്കാനുള്ള കാരണം മാർക്കറ്റിന് നമ്മുടെ പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് സ്പൈക്ക് വരേണ്ട സ്ഥാനത്ത് വളരെ സ്ലോ ആയിട്ടാണ് മൊമെൻറ്റം വരുന്നത്. കാരണം അതൊരു ഡൈവേർജൻസ് ആയിട്ട് എനിക്ക് തോന്നി. മാർക്കറ്റ് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്താൽ വീണ്ടും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ഞാനത് കോസ്റ്റിലേക്ക് വെച്ചെടുത്തു. സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കി ട്രേഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ടാർഗറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ ട്രേഡിന് പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റ് ഇന്ന് നിങ്ങൾക്ക് ഡെയിലി ചാർട്ടിലൊക്കെ എടുത്താൽ അറിയാം, നിഫ്റ്റിയിലൊക്കെ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ചിലാണ്. 17th നവംബറിൻ്റെ ക്യാൻഡലിൻ്റെ ഇൻസൈഡിലാണ് ഇന്നലെയും മിനിയാന്നൊക്കെ ഇന്നലെയൊക്കെ മാർക്കറ്റ് വന്നത്. അപ്പോൾ ഒരു എന്താണ് അക്യുമുലേഷൻ സ്റ്റേജിലായതുകൊണ്ട് തന്നെ പ്രീമിയംസ് ഇങ്ങനെ കളക്ട് ചെയ്ത് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് എടുത്ത് കിട്ടുന്ന സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഈ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോഫിറ്റ് ട്രേഡ് ചെയ്യാതിരിക്കുന്നതും ഒരു നല്ലൊരു സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ഒരു ഏരിയകൾ നോക്കിയിട്ട് നല്ല കറക്റ്റായിട്ട് സൂട്ടബിൾ ആയിട്ട് കിട്ടുമ്പോൾ എൻട്രി മാത്രം എടുക്കാനും പ്ലാൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഫ്റ്റർനൂൺ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വീണ്ടും, അതായത് താഴെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽ, ഈ ഒരു ഏരിയയിൽ ഇൻഡ്യൂസ്മെൻറ്റ് ലെവലായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഇന്ന് ക്രിയേറ്റ് ആയ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവലായിരുന്നു. ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നപ്പോൾ ലാസ്റ്റത്തെ ഫുൾ ബാക്കിനെ കട്ട് ചെയ്ത് ഇവിടെയും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് എൻട്രി ഇവിടുന്ന് പ്ലാൻ ശേഷം മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തിട്ടില്ല, ഈ ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ കോളിന് നല്ല പ്രീമിയം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയാൽ എൻട്രി എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ എത്തിയിട്ടില്ല. അതായത് ഇന്നത്തെ ട്രേഡ് പ്ലാൻ. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പ്രീമിയത്തിൻ്റെ ഒരു മൊമെൻറ്റും പ്രീമിയത്തിൻ്റെ ഒരു ഡൈവർജൻസ് ഒക്കെ നോക്കി കുറേയൊക്കെ നമ്മളെ എന്താണ് ഒരു ഐഡിയ കിട്ടും നമുക്ക് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ എന്നുള്ളതൊക്കെ. ഓക്കെ, എനിവേ നമ്മളെ ട്രേഡിങ്ങിൽ നിങ്ങൾക്കറിയാം പ്രോഫിറ്റും ലോസും ഉണ്ട്. ഇന്നലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ എനിക്ക് ലോസ് ആയിരുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതായിരുന്നു. എൻ്റെ 5,000 റുപ്പീസ് എനിക്ക് ഇന്നലെ ലോസ് ആയിരുന്നു ട്രേഡിൽ. നമുക്കറിയാം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഡിസിപ്ലിനോട് കൂടി ചെയ്യേണ്ട കാര്യമാണ്. അതിൽ നമ്മുടെ ഒരു മാക്സിമം റിസ്ക് എത്രയാണ്, മാക്സിമം ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ടഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ. 90% ആളുകളും ട്രേഡിങ്ങിൽ പരാജയപ്പെടാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീഡിയോയുടെ അവസാനം പറയാമെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യമുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ. നിങ്ങൾ ഈ ഒരു ഏരിയയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്, നിങ്ങൾക്കിത് റിക്കവർ ചെയ്യാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വീഡിയോ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പിന്നീട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ആ ഒരു മാറ്റം കൊണ്ടുവരുത്തി നോക്കൂ നിങ്ങൾ. കാരണം നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം ട്രേഡ് ചെയ്ത ആളുകളുടെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കറിയാം. ട്രേഡ് ചെയ്തിട്ട് ഒരു സംഖ്യ തന്നെ പോയ ആളുകളുണ്ട്. ഒരുപാട് അവരുടെ സമ്പാദ്യം മുഴുവൻ കളഞ്ഞ ആളുകളുണ്ട് ഓപ്ഷൻസ് ട്രേഡിങ് ഒക്കെ ചെയ്തിട്ട്. ഇതിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരുന്നെങ്കിൽ നമ്മുടെ സീറോ ആവാൻ ഒരു പണി. അവിടെ തന്നെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്, ഒരാൾ കുറച്ച് മുന്നേ ഒരു സൂയിസൈഡ് ചെയ്ത കേസൊക്കെ. അതായത് ട്രേഡിങ് കടം വാങ്ങിയിട്ടൊക്കെ ട്രേഡ് ചെയ്യുക എന്നുള്ള കേസ്. നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഒരു യൂട്യൂബ് കണ്ടിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി പഠിക്കുകയാണെങ്കിൽ കൂടെ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം നിങ്ങൾ പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്തിട്ട് പൈസ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഇതിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പൈസ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് ഒന്നും വരില്ല. അല്ലാതെ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഞാനൊരു സ്ട്രാറ്റജി പഠിച്ചു എന്ന് കരുതിയിട്ട് അതങ്ങ് ചെയ്താൽ ഓപ്ഷൻസ്
അത്രയും ടഫസ്റ്റ് സാധനമാണ്. പക്ഷേ നമുക്ക് പണം ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അതുപോലെ നമ്മുടെ കയ്യിലുള്ളത് സീറോ ആക്കാനും ഒരു പണിയില്ലാത്ത സംഭവം തന്നെയാണിത്. നമ്മുടെ മിസ്റ്റേക്സ് ഒരിക്കലും കറക്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ട്രേഡിങ്ങിൽ ലോസ് വന്നു, കഴിഞ്ഞ മാസം ലോസ് വന്നു. അപ്പം എൻ്റെ മനസ്സിൽ എന്തായിരിക്കും, അടുത്ത മാസം എനിക്ക് തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കണം എന്നുള്ള. പക്ഷെ നമ്മൾ എന്താണ്, നമ്മുടെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റോ നമ്മുടെ സൈക്കോളജിയോ ഒന്നും മാറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ അതിൽ തന്നെ നിന്നിട്ടാണ് വീണ്ടും ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി വീണ്ടും 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 ട്രേഡ് ചെയ്ത് അത് ക്യാപിറ്റൽ കുറച്ച് 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 സീറോ ആവുന്നവരെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയും നമ്മൾ ഫണ്ട് ഇട്ടിട്ട് ഇതേ മിസ്റ്റേക്ക് തന്നെ ആവർത്തിക്കും. നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന കറക്റ്റ് തന്നെയാണോ, അല്ലെങ്കിൽ ഇനിയും ഞാൻ ഫണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കില്ല നമുക്ക് ഇങ്ങനെ സീറോ വന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ 50-50 ചാൻസ് ഉള്ള സാധനമാണ് അല്ലേ. ഒന്നും ചെയ്യാതെ വെറുതെ രാവിലെ ഒരു പൊസിഷൻ എടുത്തിട്ട് ആളുകൾ എന്താണ് ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആവാനും ചാൻസ് ഉണ്ട്, ലോസ് ആവാനും ചാൻസ് ഉണ്ട്. എന്നിട്ടും നമ്മൾ ലോസ് ആവണമെങ്കിൽ നമുക്ക് ഇവിടെയോ വലിയ പ്രോബ്ലം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഒന്നും വേണ്ട, ഈ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യൂ. നിങ്ങൾ ആദ്യം ഒരു വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ചതിന് ശേഷം, നിങ്ങൾക്ക് എവിടെയാണ്, യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ പഠിക്കുകയൊക്കെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ഒരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ട്, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം, ഒരു 3 months എങ്കിലും മിനിമം അതിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്താൽ മതി, ഒന്നും ക്യാഷ് മുടക്കണ്ട. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ലോട്ട് വെച്ച് ചെയ്യാം. ഒരു ലോട്ട് നമുക്ക് മാക്സിമം ഒരു 10,000 രൂപ നമ്മൾ കളയാൻ തന്നെ തീരുമാനിച്ചിട്ട് ചെയ്യേണ്ടി വരും. കാരണം അത് നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല എന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്. ലക്ഷങ്ങൾ കളയുന്നതിന് ഏറ്റവും നല്ലതാണ് ഇത്. ഈ ഒരു 10,000 നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം അത് നിങ്ങൾ കളയാൻ തയ്യാറായിട്ട് ഈ ഒരു 3 മാസം ഇറങ്ങാം. എന്നിട്ട് നിങ്ങളെ സ്ട്രാറ്റജിയിൽ ആ ഒരു അവസരം വരുന്നവരെ കാത്തിരുന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാക്സിമം ട്രേഡിന് അപ്പുറത്തേക്ക് ട്രേഡ് ചെയ്യാതിരിക്കുക. ഓവർ ട്രേഡ് ഒഴിവാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസിനും വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് 3 മാസം ട്രേഡ് ചെയ്ത് നോക്കും. നിങ്ങളുടെ സ്ട്രാറ്റജി ഓക്കെ ആണെങ്കിൽ ഈ ഒരു 3 മാസം നിങ്ങൾ ഒരു ലോട്ട് വെച്ച് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോസ്റ്റാണ് അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ഉള്ളെങ്കിൽ പോലും ഓക്കെയാണ്. നിങ്ങൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്ക് 2 ലോട്ടിലേക്ക് മാറാം. അല്ലാതെ ഫസ്റ്റ് തന്നെ 10-20 ലോട്ട് വെച്ച് ചെയ്തിട്ട് നഷ്ടം വരും. പിന്നെ അത് 30 ലോട്ടിലേക്ക് മാറ്റി, പിന്നെ 40 ലോട്ടിലേക്ക് മാറ്റി കയ്യിലുള്ള പൈസ തീരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിൽ ഞാനിപ്പോൾ തന്നെ സ്റ്റുഡൻസിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി പഠിപ്പിച്ചാൽ പോലും ഭയങ്കര ടഫ് തന്നെയാണ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് 1 വീക്ക് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ഓപ്ഷൻ ബൈയിങ് അത്ര സൂട്ടബിൾ അല്ല. കാരണം ബൈയിങ്ങിന് അത്ര സൂട്ടബിൾ അല്ലാത്തൊരു കാരണം ഒരു മൊമെൻറ്റം തീരെ കുറവാണ് ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടത്. ഇത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി വരും, ആ സമയത്ത് നമുക്ക് മുതലാക്കാനും കഴിയണം എന്നുള്ളതാണ് ഓപ്ഷൻ ബൈയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ കാര്യങ്ങൾ സ്റ്റുഡൻസും പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കും പലർക്കും, കുറേ ആളുകൾ അത്യാവശ്യം നന്നായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അവരുടെ മൈൻഡ് സെറ്റോ സൈക്കോളജി ഒന്നും ക്ലിയർ ചെയ്യില്ല. സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സീറോ ആയിരിക്കും. സെയിം മിസ്റ്റേക്ക് ചെയ്യും, ഓവർ ട്രേഡ് ചെയ്യും, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോട്ട് സൈസ് ഓരോ ട്രേഡിൽ എടുക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 3 മാസം ഒരു സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ട്രേഡാണ് 3 months ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ഇതാണ് ഡെയിലി ഇൻട്രാഡേ ട്രേഡ്. 3 മാസം സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരുമിച്ച് ട്രേഡ് ചെയ്ത് നോക്കുക. കാരണം അവരുടെ ഒരു സൈക്കോളജി ബിൽഡ് ചെയ്യാനും ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഈ കാര്യങ്ങളിൽ നമ്മുടെ ഒരു ട്രേഡിങ് സ്റ്റൈൽ അതിലേക്ക് വന്ന് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ട്രേഡിംഗ് ചാലഞ്ച് പോലെയൊക്കെ ചെയ്യണം. ഒരു ഇൻട്രാഡേ ട്രേഡിൻ്റെ 3 month ചാലഞ്ച്, ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസിൻ്റെ കൂടെ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പലരും പല കോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു യൂട്യൂബിൽ നിന്ന് ഒരു സ്ട്രാറ്റജി കാണുകയൊക്കെ ചെയ്തിട്ടില്ല, പൈസ മുഴുവൻ ഇറക്കിയിട്ട് അതിൽ ട്രേഡ് ചെയ്തിട്ട് ഒരു സംഖ്യ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിത്ത് എനിക്ക് പേഴ്സണലായിട്ട് 1-2 ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത്. നിങ്ങൾ ഓരോരുത്തർ യൂട്യൂബിൽ 10 ലക്ഷം 5 ലക്ഷം ഒക്കെ പ്രോഫിറ്റ് എടുക്കുന്നത് കണ്ടിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് കളയരുത് ദൈവത്തിൽ. കാരണം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സെബി തന്നെ പറഞ്ഞത് നിങ്ങൾക്കറിയാം, 95% ആളുകൾ പൈസ പോകുന്നതാണ്. അപ്പോൾ
പൈസ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ 10 ലക്ഷം 20 ലക്ഷം ഓരോരുത്തർ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇതിലേക്ക് വരരുത്. ആദ്യം നിങ്ങൾ ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ ആദ്യം നിങ്ങൾക്ക് ഒരു ലോട്ടിൽ അതിൽ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരുടെ വായ്പ വാങ്ങിയിട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇമോഷണലിയും ഭയങ്കര ബാധിക്കുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ ലൈഫ് ഇത് ഒരിക്കലും നശിപ്പിക്കരുത് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ കരിയർ കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറ്റണം എന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം എല്ലാ ആളുകൾക്കും പറ്റണം എന്നുള്ള സംഭവമല്ല. ആദ്യം നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ സമയം കൊടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് വല്ലാണ്ട് ദുഃഖിക്കേണ്ടി വരില്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത്രയും എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാനുള്ളത്. ഒന്ന് രണ്ട് ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് ക്യാഷ്, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നിയത്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് നാളെ ഒരു ലൈവ് ട്രേഡുമായിട്ട് വീണ്ടും കാണാം. കുറച്ച് ദിവസം ഇല്ലാത്തതുകൊണ്ട് സോറി, ഞാൻ യാത്രയിലായതുകൊണ്ടാണ്. ഇനി നമുക്ക് ലൈവ് ട്രേഡ്സ് ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.